ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഈ അങ്കിളിന്റെ നല്ല ജീവിതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിലേക്ക് വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ആന്റിയെ, മക്കളെ എല്ലാവരെയും ദൈവമായ കർത്താവ് സകല ബുദ്ധിയും കവിയുന്ന സമാധാനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വീണ്ടും എന്ന കർത്താവിന്റെ മുമ്പിൽ വെച്ച് നമുക്കെല്ലാം ഒന്നിച്ചു കാണാമല്ലോ, ഒന്നിച്ചു കൂടാമല്ലോ. ആ പ്രത്യാശയിൽ ദൈവം എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളും അനുശോചനവും ഞാനിവിടെ അറിയിച്ചുകൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇടവകയുടെ സെക്രട്ടറി സാലസ് അനുശോചനം അറിയിച്ച ഇടവക ട്രസ്റ്റി വന്യ വൈദിക ശ്രേഷ്ഠനെ, ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്ലാമൂരിൽ ശ്രീ PM വർഗീസ്, നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട പാപ്പച്ചൻ, ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഈ ധന്യ പിതാവിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന്റെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ഞാനൊന്ന് പരാമർശിച്ചുകൊള്ളട്ടെ. ഈ ക്രിസ്ത്യൻ കോളേജിൽ ജോലിയിലായിരുന്ന സമയം ഈ ഏരിയയിലുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ലോക്കൽ ഗാർഡിയൻ എന്ന നിലയിൽ പറയാം, പാപ്പച്ചാൻ എല്ലാവരുടെയും ഒരു പ്രിയങ്കരനായ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഇവിടെ നിന്ന് പോകുന്ന കുഞ്ഞുങ്ങളെയെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കുന്ന, അവർക്ക് പ്രയാസങ്ങൾ നേരിടാതെ, അവര് മറ്റ് ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടാതെ ഒക്കെ ശ്രദ്ധിക്കുന്ന വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലയളവ്. മരണം അടുത്ത സമയത്ത് പോലും സ്വന്തം സഹോദരന്റെ ഭവനത്തിലേക്ക് ഓടിക്കയറാനുള്ള ആ വലിയൊരു താല്പര്യം, അതാണ് ആ ദിവസം പ്രകടമായി കണ്ടത്. സഹോദരനോടുള്ള അമിതമായ വാത്സല്യം, ആ സ്നേഹം, കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് അത്യധ്വാനം ചെയ്ത പ്രിയ പിതാവ്. കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബമായി, ഇടവകയായി, ഇടവകയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ സേവനങ്ങളെയും ഈ തരുണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഇടവകയുടെ സെക്രട്ടറി എന്ന തലത്തിൽ, ഇടവകയുടെ അക്കൗണ്ടന്റ് എന്ന തലത്തിൽ വിവിധ വർഷങ്ങളിൽ ഇടവകയ്ക്ക് ധീരമായ നേതൃത്വവും ആലോചനയും നൽകി തന്ന ഒരു വ്യക്തി പ്രഭാവമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ചപ്പോൾ സഭാ നേതൃത്വത്തെ അല്പം മോശമായിട്ട് ഒരാൾ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ പാപ്പച്ചായന്റെ ഒരു വിലയ്ക്ക് ഇവിടെ പറ്റത്തില്ല, ഇവിടെ പറയാൻ പാടില്ല, നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാൻ നമ്മൾ ആരുമല്ല എന്നുള്ള ഒറ്റ വാക്കുകളോടെ ആ വിമർശനം അവിടെ നിന്നത് ഞാൻ ഓർക്കുന്നു. അത്രമാത്രം സഭയോട് സ്നേഹത്തില്, ദൈവവിശ്വാസത്തിൽ കഴിഞ്ഞ ഈ വ്യക്തിയുടെ വേർപാടിൽ ചെങ്ങന്നൂർ മർത്തോമാ വലിയപള്ളി കുടുംബം അഗാധമായി ദുഃഖിക്കുന്നു. ഈ ദുഃഖത്തിന്റെയും അദ്ദേഹത്തോടുള്ള ആദരവിന്റെയും സൂചകമായി ഇടവയ്ക്ക് വേണ്ടി ട്രസ്റ്റി ശ്രീ തോമസ് മാത്യു ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. ഇടവമിഷന് വേണ്ടി ശ്രീ ഷാജി കരീം. ഞാൻ ഇടവമിഷന്റെ സെക്രട്ടറിയാണ്. ഇടവമിഷനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ചിലവർക്ക് ഓർമ്മകൾ വളരെ നല്ല ഓർമ്മകളാണ്. എല്ലാ ആഴ്ചയും പള്ളി വരും. നിശബ്ദനായ ക്രിസ്തുവിന്റെ പോലാണ്. വലിയ ബഹളങ്ങളൊന്നുമില്ല. ക്രിസ്തുവിനെ തന്റെ ഉള്ളില് ധരിച്ചിരിക്കുന്ന മനുഷ്യൻ. തന്റെ ഭക്തന്റെ മരണം ഉറക്കം പോലാണ്. മരണത്തിൽ പോലും കുഞ്ഞുങ്ങളെയോ ആരും കൊണ്ടുകൊണ്ടില്ല, ആശുപത്രികളൊന്നും ചെയ്തു. വളരെ നല്ല ഓർമ്മകൾ മാത്രമാണ് അച്ഛനെ നെൽസാഗരത്തിന്റെ സംഭാവനയായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുകയും സാധാരണ ആൾക്കാരെ 50-100 രൂപ ഒരു വർഷത്തേക്ക് നമ്മൾ കൂടി ആകും. അച്ഛൻ പറഞ്ഞ എല്ലാ മാസവും ഞാൻ ഇത്ര ഉൽപ്പാദിച്ചു തരാം. മരണത്തിന് തൊട്ട് മുൻപത്തെ ഞായറാഴ്ച എന്റെ പൈസ ദിവസത്തിൽ മേടിച്ചു. നല്ല ഓർമ്മകൾ മാത്രം. അമ്മമ്മയ്ക്ക് തീരത്ത ദുഃഖമുള്ള അമ്മമ്മയുടെ വേർപാട്, അച്ഛന്റെ വേർപാട് അമ്മമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ. ഇടവമിഷന് വേണ്ടി എന്റെ എല്ലാ ദുഃഖ പറയും. God.
Thank you.
കാലത്തിൽ ഭരിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാൾ വാർത്തയെ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകത്തിൽ കവിളിക്കും നേരം കാണുമെങ്കിലും ജലപ്രകാരം മരിക്കാൻ മറ്റൊരു മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണസ്ഥാനത്തിന്റെ ശക്തിയെ നീക്കി ജാതിയാക്കി നിന്റെ കൃപയാരാധാമിനെ അവന്റെ സന്താനങ്ങളെയും പാപ മനസ്സിന് നീ വീണ്ടെടുത്തു. നിന്റെ കവടക്കാൽ പാതാളത്തിന്റെ സാക്ഷാരെ നീ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഉയർത്തെഴുന്നേൽപ്പെ നീ സ്ഥിരപ്പെടുകയും ചെയ്തു. കർത്താവേ, അനിഷ്ടതയുണ്ടായി ലോകത്തിൽ നിന്ന് മരണമൂലം നീ വിളിച്ചു വേർപെടുത്തിരിക്കുന്ന എന്റെ ദാസന്റെ ശ്വാസംസ്കാര സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിക്കുമ്പോൾ ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാന മഹത്വത്തോടെ നീ എഴുതുകയും ഉന്നതത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും
ഒരുത്തനവനവനെ യോഗ്യമായിരിക്കും പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്റെ മനസ്സിലാവശ്യ മക്കളായ കുഞ്ഞാടുകളോട് വാന്യങ്ങളെയും യോഗ്യരാക്കണമേ. എല്ലാവരും പരിശുദ്ധരുമായി മാറിയുമേ നിങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ചേക്കാളോട് അനുഗ്രഹിക്കുന്നതും കരുണിയും അപേക്ഷിക്കുന്നു. അനുഭവത്താൽ മഹിമയും നിരന്തരം യോഗ്യമുള്ളവരാക്കിയിരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിക്കൽ മേലുള്ളവർ ശ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഒരുപാടികൾ മാതാന്മാർ വിസ്മയിക്കുകയും ചെയ്യത്തുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കഥയിലുകൊണ്ട് അവരുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭമുണ്ട് പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മറ്റുവരെ എഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ അങ്ങിത്താൽ പ്രാർത്ഥിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരുടെയും മറ്റുടെയും ന്യായാധിപത്യമായിരിക്കുന്ന ശ്രീരാമപുരാൻ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആവിഷ്കാരം ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിത്യപിതാവായ ജ്ഞാനവുമാകുന്ന ശിഖാതപരാനെ നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ദാതാവും ദൈവമായിരിക്കുന്ന ഏകാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവമാണ് പ്രാർത്ഥിക്കുന്ന സാക്ഷാത് പുരസ്ഥാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ ഗുഹായുടെയും ഇഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയെ നിങ്ങൾ സമ്മർദ്ദിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതിനായ കർത്താലോചീകരണത്താൽ നാശത്തിന് വിഷയത്തിൽ നിങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ നിങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപൊഴിയാതെ ഭേദവും കൂടാതെ നിങ്ങൾ പ്രവർത്തി മനുഷ്യനായി തീർന്നു. നിന്റെ യോഗ്യതനാൽ മരണത്തിന്റെ അധികാരത്തെ നീതയും ഭാഗ്യകരമായ ചെയ്തു. കരുണയുള്ള വന്നിരിക്കുന്നതുമായ കർത്താവെ ചുരുങ്ങിയായി വിട്ടുവരിച്ചിരിക്കുന്ന എന്റെ നിന്റെ ശുശ്രൂഷകരായ നിങ്ങളുടെ ഹൃദയത്തോടും മുറുകിയ ആത്മാവോടെ അർപ്പിക്കുന്ന ശുശ്രൂഷകളോട് കർത്താവെ ആത്മാവും ശരീരവും വാദിക്കാൻ പാടില്ല. അത് നന്നായി ചേരുമ്പോൾ അന്ധകാലത്തിൽ നിന്നായി ദാസൻ രക്ഷപ്രാപിക്കുന്ന പ്രകാശം കൊണ്ട് പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭംഗികളും പഠിക്കുകയും നിന്റെ സന്നിധിയിലെ സന്തോഷങ്ങളും പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവനായ കർത്താവേക്ക് വന്നതിന്റെയും ഈ സമയത്ത് ദുഃഖിച്ചിരിക്കുന്നതിന്റെയും ആശ്വസിച്ച് പരിപാടികൾ നടപടികളിലും വിശുദ്ധപാതകളിൽ നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ യോഗത്തിൽ പാപമുണ്ടാതെ കാത്തുകൊണ്ടാണമേ. നിന്റെ കൃപയുടെ ദുഃഖമായ സന്തോഷത്തേക്ക് അടുപ്പിക്കണമേ. കർത്താവെ മുഖപ്രസാദത്തോട് നേരിട്ടോടും നിന്റെ സ്തുതിപ്പാൽ നിങ്ങൾ അർഹരാക്കണമേ. വായിക്കുന്നു കരയത്തിക്കണം.
ആശ്രയിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്ക് യത്നത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാവരിയാറെ കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്തെ ഉദിക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്തുവാത്ത മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നടക്കുന്നത് എല്ലാവരും പരിശുദ്ധവും ആയിരിക്കും. സ്തുതിയും സ്തോത്രവും ഗ്രഹിച്ചാൽ നിങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിലുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ ിഷ്ടംപോ മണ്ണാലങ്ങളീ പാപം ചെയ്തതിനാ ഞങ്ങളുടെ നരകത്തിൽ കൈവഴിയരുത് നീ കരുണാവാരിധിയെ കുറവുള്ളവരായി അറിയും ഞങ്ങൾ അറിവ് നിറഞ്ഞോനെ നിന്നനുഗ്രഹത്തിനായി കാത്തിടും ഞങ്ങൾ കൃപയോ നീടണമേ. മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടൂ. ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂപായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പിതാവിനെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പിതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി നിന്റെ കുടുംബക്കാരെയും രാഷ്ട്രക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ പിതാവും അവകാശിയാവുന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്രദിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുന്നതിനുള്ള സന്തോഷം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കിയിരുമാറാകണമേ. അതിനിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഞങ്ങൾ നിലകൊള്ളവരാകുന്നല്ലോ. യുഗത്തിലും ഭാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു ഉണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തർ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കും എല്ലാവരും പ്രതിഫലം നൽകുന്നതാണ്. ഞങ്ങളുടെ കുറ്റങ്ങളെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ദൈവത്തേനു മഹത്വവും സംസുതരും പരിശുദ്ധരോ ഭാഗ്യം സ്തുതിയും എന്നേക്കും ആമേൻ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയാൽ ധനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും
സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു. എന്നാൽ അധികം പ്രായത്തിലായ അധികം കൈപ്പും സങ്കടമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണമെല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുദ്ധവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ാരുടെ മേൽ ചെയ്യണമേ. ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ. ആയുഷിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. ആയതിന്റെ അധികാരം വിട്ടുപോലുമില്ല. സത്യചിത്തം വരുത്തിയിടണമേ. എന്നാൽ ദൈവത്തിനുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശിക്കാത്തവരെ പോലെയും വിചാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവമേറ്റത്തിലുള്ളവരെ എത്തുന്നു. എന്നാൽ കർത്താവിനോട് ശേഷിക്കുന്നവരെ നാം ഇതിലുള്ളവരെ കർത്താവിന്റെ കാര്യങ്ങളോടെ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ കൽപ്പനയോടും പ്രധാനമന്ത്രിയുടെ കൃത്യത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ തിറങ്ങിയിരുന്നു. നിശ്ചയം ചെയ്യും. അപ്പോൾ നിങ്ങളോട് ശേഷിക്കുന്ന കർത്താവിനേക്കാൾ അവരോട് ഒരുമിച്ചുകൂടപ്പെടും. ഇങ്ങനെ നോക്കുമ്പോൾ കർത്താവിനോടുകൂടെ ഇരിക്കും. ആകെയായ ഞങ്ങളെ കൊണ്ട് എന്റെ വിശ്വസിക്കുന്നതായിരിക്കും. നമ്മുടെ പ്രവർത്തിക്കുന്നതിലെ ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവന്റെ ക്ഷീണവും പ്രസവിക്കുന്ന യോഹന്നാന്റെ ജീവൻ തമ്മിലുള്ള പ്രസംഗമായ നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ ഏവഞ്ചേലിയൻ ജലപ്പെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നമ്മുടെ കാലങ്ങളിൽ ഇപ്രകാരം ഉപദേശിച്ചു. യേശു വരുന്നെന്ന് കേട്ടിട്ട് മാർത്താവേദിനെ പറ്റുന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഈശോയോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തവരോട്, കൊടുത്തില്ല, വൃദ്ധാന്തരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഈശോയോട്, ഞാൻ തന്നെ വൃദ്ധാരവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്ന
വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടും സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറെ ആഴ്ച വാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും അധികാരമുള്ളവരുമായ മനുഷ്യനാഥനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അറിയിച്ചവനായ ഞങ്ങളുടെ പശ്ചാത്തലനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ പശ്ചാത്തലനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെയും നിന്റെ രാജ്ഞയോഗ്യതരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുറപ്പെടുവാനും നിന്റെ സകലപരിശുദ്ധന്മാരോട് കൂടെ ലഭിച്ചതിനെയും നിലവിലാവിനെയും നിന്റെ പരിശുദ്ധരുവായും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്നതിന്റെ എഴുത്തുന്ന പ്രകാശമുള്ളവരെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം വിശുദ്ധ 3 പ്രാവശ്യം പ്രിയലായിസോരെന്ന് ചൊല്ലണം. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും നാം കരുതുകയും നമ്മെ കരുതുകയൊക്കെ ചെയ്ത ആളുകൾ പെട്ടെന്ന് നമ്മിൽ നിന്ന് വേർപിടിയും നമ്മെ ദുഃഖത്തിലും വേദനയിലും ആയിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ്. അത് മരണം ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ചുരുങ്ങിയ കാലഘട്ടം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നത്. നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല ഈ ഭൂമിയിൽ നമ്മൾ മാറ്റപ്പെടുന്നു. ദൈവസന്നിധിയിൽ നിന്ന് നാം വരികയും ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോവുകയും. മരണത്തെക്കുറിച്ച് 3 ദർശനങ്ങൾ നിലവിലെന്ന് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അതിനപ്പുറമായിട്ട് യാതൊരു മരണാനന്തര ജീവിതത്തിനൊന്നുമില്ല. രണ്ടാമത് ജനന മരണങ്ങളിലൂടെ ആയുസ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവൻ മരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ജീവിയുടെ ജനിക്കുന്നു. ജനന മരണങ്ങളിലൂടെ യേശുക്രിസ്തു നമ്മെ പഠിക്കുന്നു. അനശ്വരമായ ഒരു ജീവിതത്തിന്റെ ആരംഭമാണ് ഈ ലോകത്തിൽ. അത് തുടർന്നുകൊണ്ടേയും ചുരുങ്ങിയൊരു കാലം ഈ ഭൂമിയിൽ അനശ്വരമായിരുന്നതാണ്. ഈ ഭൂമിയിൽ പലപ്പോഴും ദൈവസന്നിധിയിലാകുന്നു എന്ന അവരുടെ വിശ്വാസം പ്രത്യാശ. ദാസൻ ഞാനിപ്പോൾ സൂചിപ്പിച്ച രീതി അനശ്വരമായ ഒരു ജീവിതത്തിന്റെ ദർശനത്തോടുകൂടെ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത ഞാൻ ഈ ഇടവകയിലെ ചുരുങ്ങിയ 2 മാസക്കാലം വ്യാജ നദീനിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് വളരെയധികം സഹായകരമായി ഇടവക ശുശ്രൂഷയിൽ കൂടെ പ്രവർത്തിച്ച ഒരു നല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സഭാശ്രയങ്ങളും മനുഷ്യന്മാരുടെ സ്നേഹം, ദൈവദർശനം, സമൂഹത്തിലുള്ള പ്രതിബദ്ധത ഇതൊക്കെ വളരെ ശ്ലാഘനീയമാണ്. വിശേഷിച്ചും നമ്മുടെ ക്രിസ്ത്യൻ കോളേജിന്റെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ തുച്ഛമായ ശമ്പളവുള്ളപ്പോഴും പ്രിയപ്പെട്ട ഫൈനാൻസുകളും മറ്റും ചേർന്ന് ആരംഭ കാലഘട്ടങ്ങളിൽ നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിത്വത്തിലുള്ള കൂടെയാണ്.
ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിച്ച ആഴ്ച സഭയ്ക്ക് സമൂഹത്തിന് ഒക്കെ സഹായകരമായ രീതിയിൽ എങ്ങനെ നന്നായി ചെലവിടാമോ അങ്ങനെ ചെലവിടാൻ ഒരു മാന്യ അദ്ദേഹം നടത്തുന്നു. കുടുംബത്തെയും അതേ രീതിയിൽ പ്രവർത്തികൾ വരുന്നതിനും ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടും ബന്ധത്തിൽ നിലനിർത്തുന്നതിനൊക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മുടെ ഇടുവയെ സംബന്ധിച്ചിടത്തോളം ചെങ്ങന്നൂർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വാധീനം, നല്ല സാക്ഷ്യം, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിലൊക്കെ നമുക്ക് മാതൃകയായി കാട്ടിത്തന്ന ഒരു നല്ല പിതാവിന്റെ ഏർപ്പാടാണ്. അതിൽ നമുക്കെല്ലാം കുടുംബാംഗങ്ങളെ പോലെ തന്നെ വേദനയുണ്ട്. എന്നാൽ നമുക്ക് നാലാമത്തെ വായിച്ചു കേട്ട ആ വലിയ യേശുക്രിസ്തുവിന്റെ വിശ്വാസം പ്രത്യാശയും നമുക്ക് ആശ്വാസം. മരണത്തെക്കുറിച്ച് മനോഹരമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ മുൻപ് വാങ്ങിപ്പോയവർ കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ കാണും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനോട് ചെയ്തു. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ചെയ്തവർ ഒരുമിച്ച് ദൈവത്തെ സുന്ദരമായ ദർശനം. അങ്ങനെ ഈ പ്രിയ പിതാവ് ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ഈ പ്രിയദാസൻ ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന ആ ഒരു വിശ്വാസം പ്രത്യാശം നമുക്ക് ആശ്വാസം നൽകട്ടെ. ദുഃഖിതരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഞാനത് എന്നതാണ് കൂടിയിരിക്കാം. നിങ്ങൾക്ക് കർത്താവിന്റെ സാന്നിധ്യം, ആശ്വാസം, സമാധാനം, ശാന്തി ഇന്നും എന്നും എന്നേക്കും നൽകുന്നതാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെയും മരണത്തിന്റെയും പ്രേരണയായ സ്വർഗീയപിതാവ് ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പരിമേൽപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതം അതിന്റെ ഓട്ടം തികച്ചിരിക്കുമ്പോൾ നല്ലപോലെ ഒരു ഓട്ടം തികച്ച് വിശ്വാസത്തിലാക്കുന്നു. നീതിയുടെ വീണ്ടെനിക്കായി ഒരുക്കിയിരിക്കുന്ന അപ്പസ്വരമാണ് ഞങ്ങൾ ജീവിതാന്തത്തേക്കും ദിവസങ്ങളിലെ തോന്നാൻ നിന്നെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും സാക്ഷിക്കുകയും ചെയ്തവർക്ക് ഒരുക്കിയിരിക്കുന്ന അപ്പാക്യാവസ്ഥ അനുഭവിക്കുന്നത് അവിടുന്ന് അനുഭവിക്കുകയും ചെയ്യും. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയദാസനങ്ങളുടെ മഹത്വസന്നിധിയിൽ എത്തിയിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങൾ ആശ്രയിക്കും. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൂടെ ഇടവയിലൂടെ ഈ ദേശങ്ങൾക്ക് എന്റെ മകൻ ചെയ്ത സേവനങ്ങളെ ബന്ധപ്പെടുകയും അനുഷ്ഠിക്കും. എവിടെയായിരുന്നാൽ കർത്താവിനെ സാക്ഷികളായിരിക്കാൻ നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി സത്യസേവ ചെയ്യുവാനും ഞങ്ങൾക്ക് കൃപ നല്ല മാതൃക നൽകി ഞങ്ങൾക്ക് പ്രചോദനം നൽകിയിരിക്കുന്ന ഈ പ്രിയ പിതാവിന്റെ വേർപാട് ദുഃഖിതരെങ്കിലും നിരാശരല്ല സന്തോഷിക്കുകയും വിജ്ഞാപിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും അങ്ങയുടെ മുഖസന്നിധിയും ചെയ്യും. കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുമായി ഏവരെയും ആശ്വസിപ്പിക്കുകയും ഇതിന് സാന്നിധ്യം കൊണ്ട് സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് തെളിച്ചു തന്നിരിക്കുന്ന സ്നേഹത്തിന്റെ, വിശ്വസ്തയുടെ, സത്യസന്ധതയുടെ കഠിനാസ്ഥാനത്തിന്റെ ദൈവാശ്രയത്തിന്റെ പാത പിന്തുടരുവാൻ സമർപ്പണത്തോടെ പുലർത്തുവാൻ കഴിയട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞിരിക്കണം. ദുഃഖിതരായിരുന്നവരെയും കുറെ കണ്ണുനീർത്തിലേക്ക് അവിടുന്ന് ഇല്ലാതാക്കി സമാധാനങ്ങൾ നൽകി ചെയ്യണം. ഞങ്ങളുടെ സ്വീകരണങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വന്ന് മരിച്ച വീടുകളിൽ എല്ലാവരുടെ ഭാഗപ്പെട്ടു ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ കന്യാത്മാവത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കായ എല്ലാവർക്കും വലിയ തിരുമേനി ഭദ്രാസനാധിപന തിരുമേനോടുള്ള പ്രത്യേക നന്ദി സന്തോഷം അറിയിക്കുന്നു. സെക്രട്ടേറിയറ്റ് ജോർജ് ജോർജൻ ജോർജ് മാത്യച്ചൻ നന്ദി അറിയിക്കുന്ന ഞങ്ങളോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. കടയിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ അവസാനിക്കുകയാണ്. കാണുവാനായിട്ടുള്ളത് മുൻകൂട്ടിലേക്ക് ഇതിനുശേഷം ശരീരം സ്ഥലത്തേക്ക്